AD 70 യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടതിന് ശേഷം നിരാശരായ ഹതാശരായ യഹൂദർ, അവർ ബഹുഭൂരിപക്ഷവും കൊല്ലപ്പെട്ടു. 1.5 ലക്ഷത്തോളം പേർ പ്രവാസികളായി പിടിക്കപ്പെട്ടു. പിന്നീട് തന്റെ ജനത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ നടത്തണം എന്ന ചിന്തയുമായി റാബി അക്കീബ ബെൻ ജോസഫ്, അദ്ദേഹമാണ് യേശുക്രിസ്തു സൂചിപ്പിച്ച തന്റെ ശത്രു, ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രു റാബി അക്കീബ ബെൻ ജോസഫ്. എങ്ങനെയാണ് ക്രിസ്ത്യാനിത്വത്തെ പ്രതിരോധിക്കേണ്ടത്, തന്റെ ജനത്തെ രക്ഷിക്കേണ്ടത്? യഹൂദന്മാർ ഒരിക്കലും ഒരു അക്ഷര കേന്ദ്രീകൃത സമൂഹമായിരുന്നില്ല, മറിച്ച് അവർ ദൈവാലയ കേന്ദ്രീകൃതരും ആരാധനാ കേന്ദ്രീകൃതരും ആയിരുന്നു. അനുഷ്ഠാനപരമായ ആചാരപരമായ ബലികളും യാഗങ്ങളും കർമ്മങ്ങളും പൂജകളും വിധികളും ഒക്കെയായി ദൈവാലയത്തെ ചുറ്റിപ്പറ്റിയിരുന്ന യഹൂദന്റെ ആശയും പ്രതീക്ഷയും സ്വപ്നവും അവന്റെ കേന്ദ്രവുമായ ദൈവാലയം തകർക്കപ്പെട്ടപ്പോൾ ദൈവാലയം പുനർനിർമ്മിക്കുക ഏറെക്കുറെ അസാധ്യമാണെന്ന് ബോധ്യപ്പെട്ടു. എങ്കിലും അതിനൊരു ശ്രമം കൂടെ നടത്തുവാനും, ഇനി അഥവാ അത് വിജയിച്ചില്ലെങ്കിൽ ദൈവാലയമോ യാഗമോ ഇല്ലാതെ തന്നെ യഹൂദ കമ്മ്യൂണിറ്റിയെ പുതിയൊരു മോഡലിൽ കൊണ്ടുപോകുവാൻ, ഒരു പുസ്തക മതമാക്കി മാറ്റുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് ഫലം കണ്ട വ്യക്തിയാണ് റാബി അക്കീബ. അദ്ദേഹത്തിന്റെ സ്കൂള് ജാമ്യയിലായിരുന്നു. 24,000 വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയേറെ യഹൂദ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ, ഇന്ന് ഏതൊരു യഹൂദനോട് ചോദിച്ചാലും മോശയേക്കാൾ ഒരു പടി മുന്നിലാണ് അക്കീബയുടെ സ്ഥാനം ഓരോ യഹൂദന്റെയും മനസ്സിൽ. അക്കീബയാണ് ഇന്ന് നിങ്ങളിവിടെ ഉദ്ധരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന താൽമൂദുകൾ, ബാബിലോണിയൻ താൽമൂദ്, ജെറുസലേം താൽമൂദ് എന്നൊക്കെ നമ്മൾ പേരിടുമ്പോൾ ഈ താൽമൂദുകളുടെ പിന്നിൽ മിഷ്ന, മിഡ്രാഷ്, ഇതിന്റെയൊക്കെ പിന്നിൽ ഫാദർ ഓഫ് മിഷ്ന എന്നാണ് അക്കീബ അറിയപ്പെടുന്നത്. ഈ അക്കീബയുടെ തോസെഫ്ത യദായിം എന്ന പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അക്കീബ പറഞ്ഞിട്ടുണ്ട്, ഗോസ്പൽസ് ആൻഡ് ഹെററ്റിക്കൽ ബുക്സ് ഡു നോട്ട് ഡിഫൈൽ ദ ഹാൻഡ്സ്, തങ്ങളുടെ കൈകളെ മലിനമാക്കാൻ അനുവദിക്കരുത്. അപ്പൊ സുവിശേഷങ്ങൾക്കെതിരെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തുറന്നു പറയുന്നത്, ദ ബുക്ക് ഓഫ് ബെൻ സീറ ആൻഡ് ഓൾ അതർ ബുക്സ് റിട്ടൺ ഫ്രം ദെൻ ഓൺ ഡു നോട്ട് ഡിഫൈൽ ദ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ബെൻസീറ, ബാറസീറായുടെ അല്ലെങ്കിൽ സിറായുടെ മകനായ വ്യക്തിയുടെ ആ പുസ്തകം, അതായത് പ്രഭാഷകൻ എന്ന ഗ്രന്ഥം ഇന്ന് POC ബൈബിളിൽ കാണുന്ന ആ ഗ്രന്ഥത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തെയും നമ്മൾ സ്വീകരിക്കരുത്, ഗോസ്പൽസിനെയും സ്വീകരിക്കരുത്. ഉദ്ദേശം വളരെ വ്യക്തമാണ്. ക്രിസ്തീയ സുവിശേഷത്തിന് ലഭിച്ച പ്രചാരവും ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ചയും വർദ്ധിച്ചു വരുന്ന സ്വാധീനതയും തന്നെ അസ്വസ്ഥപ്പെടുത്തുകയും, അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ക്രെഡിബിലിറ്റിയെ കട്ട് ചെയ്യേണ്ടതിന് ഒരു കൊമ്പിനെ മുറിക്കുമ്പോൾ കുറെ കൂടെ താഴ്ത്തി വെച്ച് മുറിക്കുന്നത് പോലെ അതുവരെ യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിൽ ഈ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം മാത്രം നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ സംശയിക്കാനിടയുള്ളത് കൊണ്ട് തന്റെ നിരോധനാജ്ഞയ്ക്ക് കുറെ കൂടെ വിശ്വാസ്യതയും ആധികാരികതയും വരേണ്ടതിന് അദ്ദേഹം കുറെ കൂടെ പുറകിലോട്ട് മാറ്റിവെച്ച് മുറിച്ചു. ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ ഉള്ള കോശങ്ങൾ മാത്രം മുറിച്ചു നീക്കുന്നതിന് പകരം കുറെ കൂടെ പുറകിലിട്ട് മാറ്റി അവയവം മുറിക്കുന്നു എന്നതുപോലെ ഇതാ നോക്കൂ, കൃത്യമായി ഗോസ്പൽസിനെ മാത്രം നിരാകരിക്കാതെ അദ്ദേഹം പറയുകയാണ്, ബാറാസീറയ്ക്ക് ശേഷമുള്ള സകല പുസ്തകങ്ങളും നിങ്ങൾ കൈകൊണ്ട് തൊടരുത്. എന്താണ് അങ്ങനെ ഒരു നിരോധനാജ്ഞ? ബാറാസീറയ്ക്ക് ശേഷമുള്ള പുസ്തകങ്ങൾ യഹൂദന്മാർ കൈകൊണ്ട് തൊട്ടിരുന്നു, കൈകാര്യം ചെയ്തിരുന്നു, തിരുവെഴുത്തെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് ശത്രുവിന്റെ വാമൊഴി നമുക്ക് സാക്ഷ്യമായിട്ട് നിൽക്കുകയാണ്. ഇത് എത്രയും വലിയ തെളിവ്, ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് കിട്ടാനില്ല. കാരണം 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ, BC കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ നെഞ്ചേറ്റിൽ ആളിച്ചിരുന്ന പുസ്തകങ്ങളാണത്. അതിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ തെളിവല്ലേ കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ ഭണ്ണാരങ്ങൾ, ഭരണികൾ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഈ ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് കിട്ടിയില്ലേ? അത് ഗ്രീക്ക് ഭാഷയിൽ മാത്രമാണോ എബ്രായ ഭാഷയിലുള്ളതും പൊങ്ങി വന്നില്ലേ? പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തെ നോക്കി പല്ലടിച്ചുകൊണ്ട് ഇന്നും മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വരാനുള്ളത്? ഈ തെളിവ് ഞാൻ ഒന്നാമത് വെക്കുന്നത് ഈ റാബി അക്കീബയുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറഞ്ഞ പുസ്തകങ്ങളെ നിരാകരിക്കുക എന്നുള്ളത്. ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഈ അപ്പോക്രിഫ എന്ന വാക്കാണ്. അപ്പോക്രിഫ എന്ന വാക്ക് നോൺ കാനോനിക്കൽ, കനോനികേതരം എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ഡിയോട്രോ കാനോനിക്കൽ എന്ന പദമാണ്. ഇത് തമ്മിൽ പലപ്പോഴും മാറ്റി മറിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നെന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കുക, ഡിയോട്രോ കാനോനിക്കൽ ബുക്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഡിയോട്രോണമി എന്നതുപോലെ ദ്വിതീയ കാനോനാണ്, മറ്റേ പ്രോട്ടോ കാനോനിക്കൽ ആണ്.
proto-canonical ബുക്സും there are proto-canonical books and deuterocanonical books. Both are scriptures. രണ്ടും സ്ക്രിപ്ചർ ആയിട്ടാണ് ഏർലി ചർച്ച് സ്വീകരിച്ചിട്ടുള്ളത്. യേശു കർത്താവ് സ്വീകരിച്ചിട്ടുള്ളത്, ശിഷ്യന്മാർ സ്വീകരിച്ചിട്ടുള്ളത്, ആദിമ സഭയുടെ ബൈബിൾ ഈ പറഞ്ഞ deuterocanonical ബുക്സ് അടക്കം ഉൾക്കൊള്ളുന്ന സെപ്റ്റുജിന്റ് ആയിരുന്നു ആദിമ സഭ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒരു പുസ്തക കേന്ദ്രീകൃത മതമല്ലായിരുന്നു യഹൂദൻ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ വിവിധ സെക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട്, ഒരു മോണോലിത്തിക് സമൂഹമായിട്ടല്ല അവർ നിന്നിരുന്നത്, മറിച്ച് അവരുടെ ഇടയിൽ വിവിധ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ സമൂഹങ്ങൾക്കെല്ലാം വിവിധ രീതിയിലാണ് അവർ പുസ്തകങ്ങളെ സ്വീകരിച്ചിരുന്നത്. ഒരേ രീതിയിൽ ഒരു യൂണിഫൈഡ് മോഡലിലായിട്ടല്ല സ്വീകരിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ സെക്റ്റുകളുടെ ഇടയിലെ ഒരു സെക്ട് ആയിട്ടാണ് ഈ ക്രിസ്ത്യൻ പരീശന്മാരും സമരിറ്റൻസും സാദൂസ്യൻസും എരിവുകാർ അല്ലെങ്കിൽ സെലറ്റ്സും പിന്നെ പ്രവാസി യഹൂദന്മാരും യസീനുകളും അതിനോടൊപ്പം തന്നെ വന്നതാണ് ക്രിസ്ത്യൻസ് എന്നൊരു ഗ്രൂപ്പ്. പിന്നീടാണ് അതൊരു മതമായിട്ടൊക്കെ രൂപാന്തരപ്പെട്ടു വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ deuterocanonical ബുക്സ് അടങ്ങുന്ന ഒരു തിരുവെഴുത്തുകളുടെ ശേഖരത്തെയാണ് ആദിമസഭ ഉൾക്കൊണ്ടിരുന്നത്, സ്വീകരിച്ചിരുന്നത്.